നിങ്ങൾ സംഖ്യകൾക്ക് എന്നെ അറിയാലോ. ഞാൻ ഒരുപാട് ഇസ്ലാമിക വിമർശനം നടത്തിയിട്ടുള്ള ആളാണ്, മനസ്സിലായി. ഉരുള കുപ്പേരി പോലെ മറുപടി കൊടുത്തിട്ടുള്ള ആളാണ്. എന്നെ തെറി പറഞ്ഞിരുന്ന സുഡാപ്പികളെ ഞാൻ തെറിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം പോയി? ഒരു പ്രയോജനമില്ല. ഈ ഇസ്ലാമിക തീവ്രവാദം ഇങ്ങനെ നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദം അവസാനിക്കുമൊന്നുമില്ല. അതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ഇസ്ലാമിക തീവ്രവാദം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അത് യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഹമാസ് അങ്ങോട്ട് കയറി ചെന്ന് 1500 യഹൂദരെ കൊന്നു എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞില്ലേ. അത് ശരിയാണോ? ആലോചിച്ച് നോക്കും. അത് ശരിയാണോ? നമ്മൾ പലരും പറയുന്നതാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതിനു മുമ്പ് ഈ ഇസ്രായേലിയർ മുസ്ലിങ്ങളെ കൊന്നിട്ടില്ലേ? യഹൂദർ ധാരാളം കൊന്നിട്ടുണ്ട്. യഹൂദർ ധാരാളം മുസ്ലിങ്ങളെ ബോംബിട്ട് വന്നിട്ടുണ്ട്. ഈ ഗാസയിൽ തന്നെ ധാരാളം നിരപരാധികളെ ബോംബിട്ട് കൊന്നിട്ട് കുട്ടികളെയൊക്കെ കൊന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും വാർത്തയാവില്ല. ഇങ്ങനെ മുസ്ലിങ്ങളെ കൊല്ലുന്നത് മറച്ചു വെച്ച് മറ്റ് മതക്കാരെ, ക്രിസ്ത്യാനികളെയും യഹൂദരെയും കൊല്ലുന്നത് പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദം അവസാനിക്കൂല ബ്രോ, ഒരിക്കലും അവസാനിക്കൂല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഏകപക്ഷീയമായിട്ട് കണ്ണും പൂട്ടി ഇസ്ലാമിനെ വിമർശിക്കുന്ന പരിപാടി ഞാൻ നിർത്തിയത്, മനസ്സിലായി. അല്ലാണ്ട് നമ്മൾ ആരെങ്കിലും പേടിച്ചിട്ടാണെന്നൊന്നും വിചാരിക്കല്ലേ, ദയവേത് വിചാരിക്കല്ലേ. ഇസ്ലാമിനേക്കാളും ഒരുപാട് ജനസംഖ്യയുള്ളതാണ് ക്രിസ്ത്യാനികൾ, മനസ്സിലായോ? അവരുടെ ആരാധ്യ പുരുഷനാണ് യേശു. ആ യേശു പരമപിശാചാണെന്ന് പറയുന്ന എനിക്ക് അങ്ങനെ പേടിയുണ്ടെന്നൊന്നും വിചാരിക്കല്ലേ ദയവേത്. പേടിച്ചിട്ടൊന്നുമല്ല പറയണത്, സത്യാവസ്ഥയാണ് പറയണത്. ഞാൻ പറയുന്നത് സത്യമാണ്. അൽ ജസീറ എന്ന് പറയുന്ന ഒരു മാധ്യമം മാത്രമേ ഉള്ളൂ. നമ്മൾ ഫെയർ ആയിരിക്കണ്ടേ ഭായി? ഫെയർ അന്തസ്സില്ലായ്മ കാണിക്കുന്നതിനും ഇല്ലേ ഒരു അന്തസ് ഇല്ലേ? മുസ്ലിം കുട്ടികളെ കൊല്ലുമ്പോൾ അത് വാർത്തയാവുന്നില്ല. ഞാൻ അൽ ജസീറ നോക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാനിത് അറിയുന്നത്. നമ്മുടെ നാട്ടുകാർ, സംഘികളും മറ്റ് ക്രിസ്ത്യാനികളും ഒന്നും ഇതറിയുന്നില്ല. യഹൂദർ നല്ലപോലെ കൊല്ലുന്നുണ്ട് മുസ്ലിങ്ങളെ. ഒത്തിരി മുസ്ലിങ്ങളെ കൊന്ന് ഈ ബോംബിന് ഇരയാക്കി തകർത്ത് കളഞ്ഞില്ല. ഇപ്പോൾ ഇറാഖ് തന്നെ തകർത്തത് ആരാണ്? ഇറാഖ് തകർത്തതിന് ശേഷമല്ലേ ഈ IS എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ടായത്, ഇല്ലേ? അതിനു മുമ്പ് IS ഉണ്ടോ? ഗൾഫ് യുദ്ധത്തിന് മുമ്പ് IS ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇറാഖ് തകർത്തത് മറ്റാരുമല്ല, അമേരിക്കയാണ് തകർത്തത്. ക്രിസ്ത്യാനികളാണ് തകർത്തത്. ക്രിസ്ത്യാനികളെല്ലാം കൂടിച്ചേർന്ന് നാറ്റോ എന്നും പറഞ്ഞിട്ട്, നാറ്റോ രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യാനികളല്ലേ. ആകെ കൂടി തുർക്കിയാണ് ക്രിസ്ത്യാനല്ലാതെ. തുർക്കി എന്ന് വെച്ചാൽ മഹാ ചെറ്റകളാണ് നിങ്ങൾ, ഭൂലോക ചെറ്റകളാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് അങ്ങനെ മുസ്ലിം ബ്രദർഹുഡ് എന്ന് അങ്ങനെയൊന്നും ഇല്ല. അവർക്ക് കാശ് കിട്ടിയാൽ എന്തും ചെയ്യുന്ന ഊളകളാണ് നിങ്ങൾ. അത് ഗൾഫ് യുദ്ധ സമയത്ത് തന്നെ അത് തെളിയിച്ചതാണ് അവർ. അപ്പോൾ ക്രിസ്ത്യാനികളാണ് ബോംബിട്ട് ഇറാഖിനെ നശിപ്പിച്ചത്, സത്യമല്ലേ? ഈ ഗൾഫ് യുദ്ധത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ ചെറുപ്പക്കാർ ഗൾഫിൽ പോണ പോലെ, ഇറാഖിൽ ഗൾഫ് തന്നെയാണല്ലോ, അത് ഗൾഫ് നാടായിരുന്നത്. അവിടെ പോയി ജോലിയെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കാശ് അയക്കുമായിരുന്നു, അവരുടെ കുടുംബത്തിലേക്ക് കാശ് അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇറാഖിൽ പോകത്തില്ല. കാരണം എന്താണ്? ഇറാഖ് നശിപ്പിച്ചു. ആര് നശിപ്പിച്ചു? അമേരിക്ക നശിപ്പിച്ചു, മനസ്സിലായോ? അമേരിക്കയാണ് ഇറാഖിനെ നശിപ്പിക്കണത്, വേറെ ആരുമല്ല. അതിൻ്റെ കാരണം എന്താ പറഞ്ഞത്? കാരണം പറഞ്ഞത് ഇറാഖിൻ്റെ അടുത്ത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന്. ഏത്? അതായത് ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്ന അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന, പുക വലിക്കുന്ന ഒരാളോട് കഞ്ചാവും പെത്തഡിനും ഹെറോയിനും കൊക്കൈനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരാൾ പറയാനാണ് അവൻ പുകവലിക്കാരനാണെന്ന് പറയണത്, എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് ഇറാഖിന് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് അമേരിക്ക പറയുന്നത്. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് അമേരിക്ക. പിന്നെ നോക്കൂ, പലരുടെ അടുത്തും അണ്വായുധങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് മനസാക്ഷിയുണ്ട്. ഇപ്പോൾ ഭാരതത്തിൻ്റെ അടുത്ത് അണ്വായുധമില്ലേ?
അണ്വായുധം എന്ന് പറഞ്ഞാൽ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ തന്നെയാണത്. മനസ്സിലായോ? മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ വിനാശം എന്നല്ലേ അർത്ഥം. വലിയ വിനാശം വരുത്തുന്ന ആയുധമാണ് അണ്വായുധം. അതിപ്പോൾ ഭാരതത്തിൻ്റെ അടുത്തുണ്ട്, പക്ഷേ ഭാരതം ഉപയോഗിക്കില്ലല്ലോ. അത് ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ നേർക്ക് ആരെങ്കിലും അത് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മളത് ഉപയോഗിക്കൂ എന്നതാണ് ഭാരതത്തിൻ്റെ പോളിസി. ഇത്ര നല്ല പോളിസിയാണ് അത്. ആലോചിച്ച് നോക്കൂ. ഇത്ര നല്ല പോളിസിയാണ്. അത് എന്നെ തല്ലിയാൽ മാത്രമേ ഞാൻ തിരിച്ച് തല്ലുള്ളൂ, അല്ലാണ്ട് ഞാനായിട്ട് പോയിട്ട് ആരെയും അങ്ങോട്ട് പോയി തല്ലത്തില്ല. അതല്ലേ എൻ്റെ ശരി, ഇല്ലേ? അത് ഹിന്ദു നാടായതുകൊണ്ടാണ് അങ്ങനത്തെ പോളിസി. ഞാൻ ഒരുപാട് രാജ്യം പാകിസ്ഥാൻ എടുത്തില്ലേ, അവർ ഞങ്ങളിപ്പോൾ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ. ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വെപ്പണാണ് ന്യൂക്ലിയർ വെപ്പൺ. പലതരം വെപ്പൺസ് ഉണ്ട്. ബയോളജിക്കൽ, പിന്നെ കുറേ ഒത്തിരി അത് പറഞ്ഞാലും തീരത്തില്ല. അത്രമാത്രം വെപ്പൺസ് ഈ അമേരിക്കയുടെ അടുത്തും റഷ്യയുടെ അടുത്തൊക്കെ ഉണ്ട്. പക്ഷേ അത് പ്രയോഗിച്ചിട്ടുള്ള ഏക രാജ്യം അമേരിക്ക. അപ്പോൾ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നാൽ അത് ആദ്യം എടുത്ത് മാറ്റേണ്ടത് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. കാരണം അമേരിക്ക മാത്രമാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും. പിന്നെ വലിയ വിനാശം, മാസ് ഡിസ്ട്രക്ഷൻ നടത്തിയത് അമേരിക്കയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരല്ലേ നിമിഷ നേരങ്ങൾ കൊണ്ട് ചുട്ടരിച്ച് കൊന്നത്, ഇല്ലേ? അപ്പോൾ ആ അമേരിക്കയാണ് പറയണത് ഇറാഖിൻ്റെ അടുത്ത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ്, അതായത് തെരുവ് വേശ്യ ശീലാവതിയെ കളിയാക്കുന്നത് പോലെയാണത്. തെരുവ് വേശ്യ പതിവ്രതയെ കളിയാക്കുന്ന പോലെയാണ് അമേരിക്ക ഇറാഖിനെ കുറ്റം പറയണത്. മനസ്സിലായോ? ഈ 10 രൂപയുടെ ഈ റോട്ടിൽ നിന്ന് ശരീരം കൊടുക്കണ കൂതറ വേശിയില്ലേ, അവൾ മാന്യമായിട്ട് ജീവിക്കണ സ്ത്രീയെ, കുടുംബിനിയായിട്ട് കഴിയുന്ന സ്ത്രീയെ കളിയാക്കുന്നത് പോലെയാണ് അമേരിക്കയിലെ ക്രിസ്ത്യാനികൾ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇറാഖിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് എല്ലാ ക്രിസ്ത്യാനികളും പറഞ്ഞിട്ടില്ല കേട്ടോ. അന്നേരവും ഈ ബുഷ് എന്ന് പറയുന്ന ഈ പിശാചും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുമാണ് അത് പറഞ്ഞത്. അവർ ഇങ്ങനെ പറഞ്ഞെങ്കിലും അന്നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടിയത്. ഒരു കാരണം വേണ്ട, ഇറാഖിനെ ബോംബ് ചെയ്യണം, ഇറാഖിനെ നശിപ്പിക്കണം. അത് മുസ്ലിങ്ങളോടുള്ള വൈരാഗ്യം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിലും മതമാണ് ചങ്ങാതി. ഈ ഇസ്ലാമും ക്രിസ്തു മതവും യഹൂദ മതവും ഉള്ളിടത്തോളം കാലം ഇവറ്റുകൾ തമ്മി തല്ലിക്കൊണ്ടേയിരിക്കും. അതാണ് സത്യം. ഇവരുടെ ഈ തമ്മിത്തല്ലും ഈ കൊലപാതകവും ഇതൊക്കെ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഈ മതങ്ങളില്ലാണ്ടാവണം. ഈ 3 മതങ്ങളില്ലാണ്ടാവണം. ഇവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടായിട്ടില്ല. ആയ കാലം മുതൽക്ക് തന്നെ സമാധാനം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉണ്ടായത് യഹൂദ മതമാണ്. അവന്മാരാണെങ്കിൽ വിഗ്രഹാരാധന നശിപ്പിക്കുക. യഹൂദരുടെ മതഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു നോക്കിക്കോളൂ, പഴയ നിയമം. അതിൽ വിഗ്രഹാരാധകരെ കൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒരു അജണ്ട. അതായത് മോസസിൻ്റെ പുസ്തകം മുതൽ മലാക്കി വരെ എല്ലാ പുസ്തകങ്ങളും, എല്ലാ പ്രവാചകരും പറയുന്നത് വിഗ്രഹാരാധകരെ കൊല്ലുക, അസീറിയയിലെ വിഗ്രഹങ്ങൾ നശിപ്പിക്കുക, ബാബിലോണിലെ വിഗ്രഹങ്ങൾ നശിപ്പിക്കുക, കർത്താവ് വിഗ്രഹാരാധന എതിർക്കുന്നു എന്നും പറയുന്നതാണ് ഈ പഴയ നിയമം, അതായത് യഹൂദമതം. അപ്പോൾ എവിടെയൊക്കെയോ വിഗ്രഹാരാധനകളുണ്ടായിരുന്നു, ഇറാഖിലും പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർ നശിപ്പിക്കുകയായിരുന്നു, യഹൂദരുടെ പരിപാടി. മനസ്സിലായോ? ഒരിക്കലും സമാധാനത്തോടെ കഴിഞ്ഞിട്ടില്ല, ആരെയും സമാധാനത്തോടെ കഴിയാനായിട്ട് അനുവദിച്ചിട്ടില്ല. അതിനുശേഷം ക്രിസ്തുമതം വന്നു. ക്രിസ്തുമതം യഹൂദരെ കൊല്ലാൻ തുടങ്ങി. പിന്നെ മറ്റ് വിഗ്രഹാരാധനയൊക്കെ നശിപ്പിച്ചു, എല്ലായിടത്തും ക്രിസ്തുമതമാക്കി. അതിനുശേഷം ഇസ്ലാം വന്നു. അപ്പോൾ അവരും കൊല്ലാൻ തുടങ്ങി. അവരും വിഗ്രഹങ്ങളെയൊക്കെ ബിംബങ്ങളെയൊക്കെ ചുട്ടുകരിച്ച് അവരും ഈ പറഞ്ഞ പോലെ ഇസ്ലാം മതം വളർത്താൻ തുടങ്ങി. മനസ്സിലായോ?
അവരും മതം വളർത്തി. അങ്ങനെയാണ് ഈ യഹൂദമതവും ക്രിസ്തുമതവും ഇസ്ലാമും വളരുന്നത്. ഇത് ആയ കാലം മുതൽക്ക് തന്നെ മനുഷ്യരെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗൂഢലക്ഷ്യം. മറ്റൊന്നുമില്ല, മനുഷ്യർക്ക് ഒരു നന്മയും ഈ മതങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഒരു മതത്തെ മാത്രം കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയല്ല. ഈ 3 മതങ്ങളും പിശാചിൻ്റെ മതങ്ങളാണ്. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.